നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന യാക്കോബിൻ്റെ മക്കളുടെ വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള സംഭവകഥയാണ്. യാക്കോബിന് 12 മക്കളാണുള്ളത്. യാക്കോബിന് ഏറ്റവും ഇഷ്ടം ജോസഫിനെയാണ്. ജോസഫിനെ സഹോദരന്മാർ വ്യാപാരികൾക്ക് വിൽക്കുകയും ആ വ്യാപാരികൾ ജോസഫിനെ ഈജിപ്തിൽ വിൽക്കുകയും ചെയ്തു. ജോസഫിനെ ഈജിപ്തിൽ വെച്ച് പല അത്ഭുതങ്ങളും ഉണ്ടായി. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നതിനാലാണ് ജോസഫ് എപ്പോഴും വിജയം കൈവരിച്ചത്. ചെയ്യാത്ത ഒരു കുറ്റത്തിനു വേണ്ടി ജോസഫിനെ ഒരു തവണ ജയിലിൽ അടച്ചു. ജയിലിലും ജോസഫ് പലർക്കും സഹായിയായി. സ്വപ്നങ്ങളുടെ അർത്ഥം പറയുവാൻ ദൈവാത്മാവ് ജോസഫിനെ സഹായിച്ചു. അങ്ങനെയിരിക്കെ ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഉടനെ തന്നെ ജോസഫിനെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ ക്ഷൗരം ചെയ്ത് വൃത്തിയായി രാജസന്നദ്ധിയിലെത്തി. രാജാവ് ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, പക്ഷേ ആർക്കും അതിൻ്റെ അർത്ഥം പറയുവാൻ കഴിയുന്നില്ല. നീ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനാണെന്ന് ഞാൻ കേട്ടു. അതിന് ജോസഫ് മറുപടി പറഞ്ഞു, തിരുമനസ്സേ, ദൈവമാണ് സ്വപ്നങ്ങളുടെ അർത്ഥം കണ്ടെത്താൻ എന്നെ സഹായിക്കുന്നത്. വളരെ വിനയത്തോടെയാണ് രാജാവിനോട് ജോസഫ് ഇത് പറഞ്ഞത്. അപ്പോൾ രാജാവ് തൻ്റെ സ്വപ്നം വിശദീകരിച്ചു. നൈൽ നദിയുടെ തീരത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് 7 തടിയൻ പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്ന് പുല്ലുമേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ 7 മെലിഞ്ഞ പശുക്കളും കയറി വന്നു. ഇത്രയും ക്ഷീണിച്ച പശുക്കളെ ഞാൻ കണ്ടിട്ടേയില്ല. മെലിഞ്ഞ പശുക്കൾ തടിയൻ പശുക്കളെ പിടിച്ചു തിന്നു. എന്നിട്ടും അവ ക്ഷീണിച്ചു തന്നെയിരുന്നു. അപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു. വീണ്ടും ഞാൻ മറ്റൊരു സ്വപ്നം കൂടെ കണ്ടു. 7 ധാന്യക്കതിറുകൾ ഒരു തണ്ടിൽ വളർന്നു വരുന്നതാണ് ഞാൻ കണ്ടത്. അവ 7 നിറകതിരുകളായിരുന്നു. അതിനുശേഷം 7 ഉണങ്ങിയ കതിരുകൾ വന്നു. അവ നിറകതിരുകളെ വിഴുങ്ങി. ഞാൻ ഈ സ്വപ്നങ്ങൾ എൻ്റെ വിദ്വാൻമാരോടെല്ലാം പറഞ്ഞു, പക്ഷേ ആർക്കും അവയുടെ അർത്ഥം വിശദീകരിക്കുവാൻ കഴിഞ്ഞില്ല. ജോസഫ് രാജാവിനോട് പറഞ്ഞു, 2 സ്വപ്നങ്ങളുടെയും അർത്ഥം ഒന്നു തന്നെയാണ്. ദൈവം ചെയ്യാൻ പോകുന്നത് അങ്ങയോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 പുഷ്ടിയുള്ള പശുക്കളും 7 നിറകതിരുകളും സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന സമൃദ്ധമായ 7 വർഷങ്ങളെയാണ്. 7 മെലിഞ്ഞ പശുക്കളും 7 ഉണങ്ങിയ കതിരുകളും 7 ക്ഷാമവർഷങ്ങളെയും സൂചിപ്പിക്കുന്നു. ഈജിപ്തിൽ 7 വർഷം സമൃദ്ധമായ വിളവുണ്ടാകും. അത് കഴിഞ്ഞ് 7 വർഷം കഠിന ക്ഷാമവുമായിരിക്കും. സമൃദ്ധിയുടെ കാലത്തെ ജനം ഓർക്കുക പോലും ചെയ്യാത്ത വിധം അത്ര കഠിനമായിരിക്കും ക്ഷാമനാളുകൾ. അത് രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കും. അങ്ങ് അത് 2 തവണ കണ്ടുവല്ലോ. അത് ദൈവം ആസൂത്രണം ചെയ്തതാണ്. ഉടനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. തിരുമേനി, അങ്ങ് ബുദ്ധിമാനായ ഒരാളെ കണ്ടെത്തി രാജ്യത്തിൻ്റെ മേലധികാരിയാക്കണം. കൂടാതെ മറ്റധികാരികളെ നിയമിക്കണം. സമൃദ്ധിയുടെ 7 വർഷങ്ങളിൽ അവർ 1/5 ധാന്യം ശേഖരിക്കണം. അവ അതാത് പട്ടണങ്ങളിൽ സുരക്ഷിതമായി കരുതി വെക്കണം. 7 ക്ഷാമവർഷങ്ങളിലേക്ക് ഇത് മതിയായതായിരിക്കും. അങ്ങനെ ജനം പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടും. രാജാവിനും തൻ്റെ ഭരണാധിപന്മാർക്കും ഈ ആശയം ഇഷ്ടപ്പെട്ടു. അവർ അവരോട്, ജോസഫിനെ പോലെ ഒരാളെ നമുക്ക് കിട്ടുമോ? ഇവനിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ജോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ആരും ഇല്ല. അതുകൊണ്ട് നീ എൻ്റെ രാജ്യത്തിന് അധിപതിയായിരിക്കും. എൻ്റെ ജനമെല്ലാം നിൻ്റെ വാക്കുകൾ അനുസരിക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഇതാ, ഈജിപ്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് രാജാവ് ജോസഫിനോട് പറഞ്ഞു. രാജാവ് തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി ജോസഫിൻ്റെ കയ്യിലിട്ടു. നേർമയുള്ളൊരു കുപ്പായവും അവനെ അണിയിച്ചു. കഴുത്തിലൊരു സ്വർണ്ണമാലയും ഇട്ടുകൊടുത്തു. തൻ്റെ 2ാം രഥത്തിൽ അവനെ കയറ്റി. പടത്തലവന്മാർ അവൻ്റെ മുമ്പിൽ നിരന്നു. മുട്ടുകുത്തുവീൻ, മുട്ടുകുത്തുവീൻ എന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ രാജാവ് ജോസഫിനെ ഈജിപ്തിൻ്റെ മുഴുവൻ ഭരണാധികാരിയായി നിയമിച്ചു. നിന്റെ കൽപ്പന കൂടാതെ ഈജിപ്തിൽ ഒരുവനും ചലിക്കുകയില്ലെന്ന് രാജാവായ ഞാൻ പ്രഖ്യാപിക്കുന്നു.
രാജാവ് ജോസഫിനോട് പറഞ്ഞു. ജോസഫിന് ഒരു ഈജിപ്ഷ്യൻ പേരും രാജാവ് നൽകി. ഈജിപ്തിലെ ഒരു പുരോഹിതൻ്റെ മകളെ ഭാര്യയായും ജോസഫിന് നൽകി. ജോസഫ് ഈജിപ്റ്റ് രാജാവിനെ സേവിക്കുവാൻ തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു പ്രായം. അവൻ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ച് ആ രാജ്യത്തെ മികച്ച ഭരണാധികാരിയായി മാറി നല്ല ഭരണം അവിടെ കാഴ്ചവെച്ചു. ഇത് ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന യാക്കോബിൻ്റെ മകൻ ജോസഫ് ഈജിപ്തിൽ നടത്തിയ ഭരണത്തെപ്പറ്റിയുള്ള ചെറിയ വിശുദ്ധ ബൈബിളിൽ നിന്നും നിങ്ങളുമായി പങ്കുവച്ചു. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.